എൻ്റെ ഉമ്മ സത്യമായിട്ട് ഞാൻ ഒരു കാര്യം പറയാം, നമ്മൾ ഒരാളും ഇവിടുന്ന് ഇങ്ങനത്തെ പരിപാടി ചെയ്യലില്ല. നമുക്ക് 65-70 വരെ വ്യൂസ് കിട്ടുന്ന ആൾക്കാരാണ് നമ്മൾ. താഴെ തൊപ്പീൻ്റെ ലൈവിൽ ഇത് കാണുന്നവർക്കറിയാം, 65 വരെ വ്യൂസ് കയറിയിട്ടുള്ള ടീമാണ് നമ്മൾ. അതുകൊണ്ട് ബോട്ട് കയറ്റേണ്ട ആവശ്യം നമുക്ക് ഇന്നേ വരെ നമുക്ക് വന്നിട്ടില്ല. അത് ഓൻ ഉണ്ടാക്കിയെടുത്ത സാധനമാണ്. ഓനൊരു സാധനം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ആർക്കും ഇന്നേ വരെ ബോട്ട് കയറ്റിയിട്ട് ലൈവ് ഇതാക്കേണ്ട ആവശ്യം ഇന്നേ വരെ നമ്മൾ ഒരാൾക്കും ഇന്നേ വരെ നമ്മൾ ഇതിൽ വന്നിട്ടില്ല. എൻ്റെ ഉമ്മ സത്യമായിട്ട് പറയാം, നമ്മൾ ഇതുവരെ ഒരാളും ഇന്നേ വരെ ആ പരിപാടി നമ്മൾ ചെയ്തിട്ടുമില്ല. നമുക്കത് അറിയില്ല. ഇതിപ്പോൾ ഈ കാര്യം ഇങ്ങനെ കേൾക്കലുണ്ടെന്നേ ഉള്ളൂ, ഈ ബോട്ട് എന്നുള്ള കാര്യം. നമ്മൾ ആർക്കും ഇതറിയില്ല. കാരണം 65-55 നമ്മൾ ഒരിക്കലും ബോട്ട് കയറ്റിയിട്ടില്ല ഇന്നേ വരെ. മമ്മൂൻ്റെ ഇഷ്യൂനെല്ലാം വന്നതെന്ന് പറഞ്ഞാൽ 65-70 വരെ ഇത് വന്നിട്ടുണ്ട്. ബോട്ട് എന്ന് പറയുന്നത് ഇത് വന്നിട്ടുണ്ട്, വ്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും നമ്മൾ അത് ചെയ്യേണ്ട ആവശ്യം നമുക്ക് വന്നിട്ടില്ല. അതിന് തക്കതായിട്ടുള്ള സാധനം എൻ്റെ ചെക്കൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, അങ്ങനെ ബോട്ട് കയറ്റിയിട്ട് ഊമ്പേണ്ട ആവശ്യം നമുക്കില്ല. MRCക്ക് ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം വന്നിട്ടില്ല ഇന്നേ വരെ. കേട്ടോ മോളെ, നീ ഇത് കാണുന്നുണ്ടെങ്കിൽ നിന്നോടാ പറയുന്നത്, ബോട്ട് കയറ്റി ഊമ്പേണ്ട ആവശ്യം MRCക്ക് ഇന്നേ വരെ വന്നിട്ടില്ല. അതിനൊറ്റ പേരേ ഉള്ളൂ, തൊപ്പി. അത് ഓൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. 65-70 വ്യൂസ് ഒറ്റ ലൈവിൽ വന്ന ആൾക്കാരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്ക് ഈ ബോട്ട് വെച്ചിട്ട് ഊമ്പേണ്ട പരിപാടി നമുക്ക് അറിയുകയും ചെയ്യില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കേട്ടോ, അത് മോള് മനസ്സിൽ വെച്ചോ. ബോട്ട് സാധനം നമ്മളടുത്ത് അടിക്കാൻ നിൽക്കണ്ട. അത് മോള് നമ്മളെ ലൈവ് കണ്ടാൽ നമുക്ക് നമ്മളെ കുറിച്ച് മനസ്സിലാവും. ഓക്കെ, നമുക്ക് ബോട്ട് കയറ്റേണ്ട ആവശ്യമില്ല. ആ വർത്താനം വന്നിട്ട് നമ്മളടുത്ത് പറയരുത് ബോട്ടോ